ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു അൺബോക്സിങ്ങും അതിൻ്റെ കൂടെ തന്നെ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ഓണിയൻ സ്ലൈസറാണ്. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് പല കടകളിൽ തപ്പിക്കൊണ്ട് നടന്ന സാധനമാണ്. എനിക്ക് ഇതുവരെ എവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ കണ്ടു, അപ്പോൾ ഞാൻ വാങ്ങി. അപ്പോൾ അത് ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതേപോലൊരു പ്രോഡക്റ്റ് തന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കുറേ കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിക്കാറുണ്ട് ഇതുപോലെ ഒരെണ്ണം വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഉപയോഗിക്കണം എന്നൊക്കെ. അങ്ങനെയാണ് ഞാനിത് ഫ്ലിപ്കാർട്ടിൽ കാണുന്നതും ഓർഡർ ചെയ്യുന്നതും. ഇപ്പോൾ കിട്ടിയത് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. ഏകദേശം 240 രൂപയാണ് ഇതിൻ്റെ വിലയായിട്ട് എനിക്ക് കിട്ടിയത്. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ അതിന് 270 രൂപയൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഓഫർ വരുന്ന സമയത്ത് വിലയിൽ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് 2 സൈസിലായിട്ട് മുറിക്കാൻ വേണ്ടിയിട്ട് 2 സ്ലൈഡ് ഇതിൻ്റെ കൂടെ ഉണ്ട്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതുപോലെ മാറ്റി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് പൊട്ടറ്റോ നല്ല ഷേപ്പിൽ മുറിച്ചെടുക്കാനുള്ളതും ഗ്രേറ്റ് ചെയ്യാനുള്ള ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പിൻ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മുകളിലോട്ടേക്ക് ആക്കിയിട്ട് അതിൽ ഉള്ളിയോ ഉരുളക്കിഴങ്ങോ അതുപോലെ കുത്തിയിട്ട് നമുക്ക് സ്ലൈസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു സ്ലൈസർ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ഒന്ന് ഉപയോഗിച്ചിട്ട് കാണിച്ചു തരാം. അങ്ങനെ സ്ലൈസർ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകുന്ന സമയത്ത് കൈ നന്നായിട്ട് സൂക്ഷിക്കണം. മൂർച്ചയുള്ളതുകൊണ്ട് പെട്ടെന്ന് മുറിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതുപോലെ ആ പിന്നിലൊന്ന് കുത്തിയിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ അമർത്തി കുത്തിയാൽ അത് അവിടെ സ്റ്റക്കായി കിടക്കുള്ളൂ. ഉരുളക്കിഴങ്ങ് ചെത്തിയിട്ടിടാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് സ്ലൈസർ വെച്ചിട്ട് ഇനി ഒന്ന് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ പകുതി ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കാണാൻ നല്ല വൃത്തിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഞാനിതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രയാസവും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നല്ല നീറ്റിൽ മുറിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് അല്പം വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത്. ഈ കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് അതിലേക്ക് അല്പം ഉപ്പിട്ടിട്ടൊന്ന് പെരക്കി വെക്കുന്നുണ്ട്. ചില സമയത്ത് ഇത് പൊരിക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിന് ഉപ്പ് പിടിക്കാത്ത പോലെ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് കടലമാവ്, 1/4 കപ്പ് മൈദപ്പൊടി, 1 ടേബിൾ സ്പൂണിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും, ഒരു ചെറിയ പച്ചമുളകും, ഒരല്പം കറിവേപ്പില ചെറുതായി നുറുക്കിയതും, ഒരു 1/4 ടീസ്പൂണിൽ കായപ്പൊടിയും ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കുക. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലൊരു വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ല നീറ്റായിട്ട് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒഴിക്കുമ്പം കുറേശ്ശെ ഒഴിച്ച് ഇതിങ്ങനെ മിക്സാക്കി കൊടുത്തിട്ട് വേണം ആക്കിയെടുക്കാൻ. അപ്പോൾ അധികം ലൂസാവാതെ അധികം കട്ടിയല്ലാത്ത രീതിയിൽ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് പൊരിക്കാനുള്ള എണ്ണ അടുപ്പത്ത് വെക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ ബാറ്ററിലേക്ക് ഇട്ടിട്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് മുഴുവനായിട്ട് കോട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എൻ്റെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് ഈ പൊട്ടറ്റോ ബജി എന്ന് പറയുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു കളറ് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പിയിൽ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല നൈസായിട്ട് മുറിച്ചത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കത് ക്രിസ്പിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് എണ്ണയൊക്കെ ഊറ്റിക്കളഞ്ഞ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു ഉരുളക്കിഴങ്ങായിരുന്നു പൊരിച്ചത്. പക്ഷെ പൊരിച്ചിടുമ്പം തന്നെ എൻ്റെ മക്കളത് വന്നിട്ട് കാലിയാക്കി. ഇതിപ്പോൾ രണ്ടാമത് ഞാൻ വേറെ ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ട് പൊരിച്ചെടുത്തതാണ്.
അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് ബജി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുളക് പൊടിയൊന്നും ഇടാതെ തന്നെ ഞാൻ വേറൊരു ഫ്ലേവറിൽ പൊട്ടറ്റോ ബജി ആക്കാറുണ്ട്. അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികൾക്ക് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.